ഈ അൻവറിന്റെ ഈ വെളിപ്പെടുത്തലുകൾ ഒരു പ്രതിപക്ഷത്ത് നിന്നുമല്ല വന്നിരിക്കുന്നത്. അവിടെ പ്രതിപക്ഷത്തിന്റെ ശേഷി ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിൽ എത്രത്തോളമുണ്ട് എന്നൊരു അളവ് പാത്രമായി കൂടി അൻവർ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ അൻവർ പറയുന്നതിലൂടെ തെളിയുന്നത് എന്ന പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ആരോപണങ്ങൾ നിലയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഈ ശൃംഖല പ്രവർത്തിക്കുന്നത്, അതിലെ ഓരോരോ കണ്ണികളുടെ റോൾ എന്താണ്, ഇത് കൃത്യമായി കേരള പൊതുസമൂഹത്തെ അറിയിച്ചിരിക്കുന്നത് പ്രതിപക്ഷമല്ല, അൻവറാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ തെളിവ് മൂല്യമുള്ള ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ സ്വമേധയാ റെക്കോർഡ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഏത് ആപൽക്കരമായൊരു സംഘത്തോടാണ് ഏറ്റുമുട്ടുന്നത്, സ്വന്തം ജീവന് ഭീഷണി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുകൂടി സമൂഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഉത്തരവാദിത്തത്തോടെ പ്രതിപക്ഷത്തെക്കാൾ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ അൻവർ തുനിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളെക്കാൾ നിങ്ങളുടെ റോള് ഭംഗിയായി നിർവഹിച്ച അൻവറിനെ നിങ്ങൾ പ്രശംസിക്കുമോ? അല്ല, ഒന്ന് നമ്മൾ കുറെ കാലമായി കാണുന്നുണ്ട്, കൂട്ടുകച്ചവടക്കാർ തമ്മിൽ തെറ്റാറുണ്ട്. പലപ്പോഴും വലിയ മാഫിയ സംഘങ്ങൾ തമ്മിൽ തെറ്റാറുണ്ട്. അതിന് സമാനമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്നാണ് തോന്നുന്നത്. അല്ലാതെ അൻവറിനെ ഇത് വെച്ച് അങ്ങ് വെള്ളപൂശാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് പോകുന്നത്. കൂടെ കിടന്നവനെ രാപ്പനി അറിയും. അൻവർ പറഞ്ഞ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അൻവറിന്റെ ബോധ്യത്തൊഴിൽ അറിവിലുള്ള കാര്യങ്ങളാണ്. സാഹചര്യ തെളിവ് വെച്ച് നോക്കുമ്പോൾ അതെല്ലാം കറക്റ്റുമാണ്. അല്ലല്ല, അൻവറിന്റെ യുദ്ധം മലപ്പുറത്ത് സ്വാധീനം പോയി എന്ന് പറയുന്ന ഒരു MLA-യുടെ ദുഃഖമാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ശശിധരനാണ്. നേരത്തെ അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ കളക്ടറെ വരെ മാറ്റാൻ പറ്റി. ഇപ്പോൾ ഈ SP ഒട്ടും വഴങ്ങാതെ നിൽക്കുന്നു. ഇതാണ് അൻവറെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒരു ലീഗ് MLA എന്ന് പറയുന്നത് മലപ്പുറത്ത് സ്വാധീനമുള്ള ആളാണ്, പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും. അതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിൽ ഒരു ഭരണപക്ഷ MLA നിലയിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ, മുഖം നഷ്ടപ്പെട്ടൊരവസ്ഥ, ഈ കേരള സമൂഹത്തിൽ ഒരു വാക്കിനും വിലയില്ലാത്തവനാണ് താൻ എന്ന് ഈ പൊതുസമൂഹം ആക്ഷേപിക്കുന്ന ഒരാൾ എന്ന നിലയിലൊക്കെ പ്രതിരോധത്തിലാണ് അൻവർ. അങ്ങനെ വരുമ്പോൾ ഈ വിവരങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഒരു സമ്മർദ്ദ ശക്തിയായി അകത്തളങ്ങളിൽ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ശശിധരനെ നീക്കുക, അല്ലെങ്കിൽ ശശിധരനെ വഴിക്ക് വരുത്തുക, അങ്ങനെ മലപ്പുറത്തെ MLA എന്ന ആ ഖ്യാതി എല്ലാ സ്വാധീനത്തോടെയും നേടിയെടുക്കാൻ കഴിയുക. അങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ ഈ പറയുന്ന ഇതുവരെയുള്ള സ്വഭാവം വെച്ചുകൊണ്ട് അൻവറിന്റെ നീക്കമായി നാം കാണേണ്ടത്? ഇതങ്ങനെയല്ല. അൻവർ കരുതുകയാണ് ശശിധരനാണ് തനിക്ക് വഴങ്ങാത്തത്, അതിന് കാരണം ശശിധരന് കിട്ടുന്ന ADGPയുടെ പിന്തുണ, അങ്ങനെ ADGPക്ക് നിൽക്കാൻ കഴിയുന്നത് ശശി നൽകുന്ന പിന്തുണ. ഈ രൂപത്തിൽ ഏറ്റവും ശക്തരിലേക്ക് തന്നെ അൻവർ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ട്? അല്ല, ഞങ്ങൾ ഇവിടെ അൻവറിന്റെ രാഷ്ട്രീയ ചരിത്രമോ അൻവറിന്റെ നേട്ടമോ കോട്ടമോ അല്ല, അത് ഞങ്ങളുടെ ചർച്ചയല്ല, ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഞങ്ങളുടെ ചർച്ചയാണ്. നമ്മൾക്കറിയാം, ഒരു DGPയെ വെച്ചുകൊണ്ട് ഒരു ADGPക്ക് ലോ ആൻഡ് ഓർഡറിന്റെ കംപ്ലീറ്റ് ചാർജ് കൊടുക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് തന്നെ ഏറ്റവും വലിയ തെറ്റല്ലേ? ഒരു DGPയെ അവിടെ വെറുതെ ഇരുത്തുന്നു, എന്നിട്ട് ഒരു ലോ ആൻഡ് ഓർഡർ കുറ്റം കൊടുക്കുന്നു. ആ ലോ ആൻഡ് ഓർഡർ, നമ്മൾക്കറിയാം, ഒരു DGPയുടെ, ഒരു പോലീസ് സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ലോ ആൻഡ് ഓർഡർ ആണ്. ആ ലോ ആൻഡ് ഓർഡർ ADGPക്ക് കൊടുക്കുന്നു. ആ ADGPയെ കയ്യിലെ പാവയെ പോലെ കളിപ്പിക്കുന്നു. ആ കളിപ്പിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്, നമ്മൾക്കറിയാം, കൂത്തുപറമ്പിലെ സ്ഫോടനം നടന്നു, അദ്ദേഹം ഓടിയെത്തി. കൂത്തുപറമ്പ് സ്ഫോടനത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബോംബ് പൊട്ടി DYFI കാരൻ മരണപ്പെട്ടപ്പോൾ അതിനനുകൂലിച്ച് റിപ്പോർട്ട് എഴുതാൻ വേണ്ടി ഓടി വന്നു അജിത് കുമാർ. കാഫിർ പോസ്റ്റ്, കേരളത്തിൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയതയ്ക്ക് വിത്തിട്ട കാഫിർ പോസ്റ്റ് വന്നു. 2 തവണയാണ് ADGP കോഴിക്കോട് വന്ന് താമസിച്ചത് ഈ വിഷയം അനുകൂലമാക്കിയെടുക്കാൻ വേണ്ടി. അപ്പൊ CPM-ന്റെ, ഇടതുപക്ഷത്തിന്റെ ഒരു വാലാണ്, നാമാണ് അജിത് കുമാർ. ആ അജിത് കുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് CPM-ന് വേണ്ടിയിട്ടാണ്, കേരളത്തിൽ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തെ മൊത്തമായി കൂട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിപ്പോ പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അൻവർ അത് പുറത്തു വിട്ടു. അൻവർ പുറത്തു വിടാൻ അദ്ദേഹത്തിന്റേതായ കാരണങ്ങൾ ഉണ്ടാവാം. ആ കാരണങ്ങളിലേക്കോ അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിലേക്കോ കോട്ടങ്ങളിലേക്കോ ഞങ്ങൾ ഫോക്കസ് ചെയ്തില്ല. പക്ഷേ ഒരു ADGP, ലോ ആൻഡ് ഓർഡർ ഉത്തരവാദിത്തമുള്ള ADGP കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നൊരു MLA പറയുമ്പോൾ അതിന്റെ ഗൗരവം സാധാരണ സംഗതിയിൽ CPM-കാരൻ ചർച്ചയ്ക്ക് വന്നാൽ വലിയ സൂചിക കൊണ്ടുവരുമായിരുന്നു. ഉത്തർപ്രദേശിലെ സൂചിക, ബീഹാറിലെ സൂചിക, കേരളത്തിലെ സൂചിക. ആ സൂചിക പറയുന്ന ഒരുത്തരെയും കാണുന്നില്ല, ഒരു CPM-കാരനെയും കാണുന്നില്ല. അതിനു പകരം കേരളത്തിലെ ADGP, DGP നേരെ കൊലപാതകത്തിൽ പങ്കാളിയാണ്, സ്വർണ്ണക്കടത്തിൽ പങ്കാളിയാണ്, സ്വർണം പൊട്ടിക്കലിൽ പങ്കാളിയാണ് എന്ന് വിളിച്ചു പറയുന്നത് CPM പാർലമെന്ററി പാർട്ടി യോഗത്തിനകത്ത് ഇരിക്കുന്ന ഒരു MLA ആണ്.
CPM-ന് സഹയാത്രികനൊന്നുമല്ല. CPM-ന്റെ അകത്ത് അങ്ങ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുവള്ളിയിൽ വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഏക പിന്തുണ കൊടുത്ത MLA ആണ് പറയുന്നത്. ആ MLA പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ കേരളത്തിൽ ആഭ്യന്തര സംവിധാനം തകർന്ന് കുത്തുവാള എടുത്തിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും നമ്മൾ നികുതി കൊടുക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്വത്തിനും ജീവനും സംരക്ഷണം തരാൻ ഇവർക്ക് കഴിയില്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുന്നു. ആ ബോധ്യപ്പെടലിന്റെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ അൻവർ എന്ന് പറയുന്നു, അൻവർ അങ്ങോട്ട് പോകുന്നു, അൻവർ സമരം ചെയ്യുന്നു എന്നതിലേക്കല്ല. അൻവർ തുറന്നു പറഞ്ഞ കൂടെ കിടന്നവന്റെ അറിഞ്ഞ രാപ്പലിയുടെ